ഇതാണ് പ്രസിദ്ധ സംഗീത സംവിധാനം ജിതിൻ ലാൽ മദൻ ലാൽ, രണ്ടുപേരാൾ തന്നെ. നമസ്കാരം. വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ശാലിനി. എന്റെ സംഗീതത്തെ കുറിച്ചുള്ള മിനിമം ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നു, ഷീസ് എ ഗുഡ് സിംഗർ. അതെ, പാട്ട് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും. ശാലിനി ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഒരു 2.5 കട്ടക്കൊക്കെ ശബ്ദം ഇടാതെ പാടാൻ പറ്റുമോ? അങ്ങനെ ശാസ്ത്രീയമായി ശ്രമിച്ചിട്ടില്ല. പാടുമ്പോൾ ആരോഹണത്തിൽ വെള്ളിയും അവരോഹണത്തിൽ കാറ്റും വരാറുണ്ടോ? വരട്ടല്ലേ, പാടിച്ചു നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പാട്ട് കൊടുത്താൽ മതി. അല്ല നിന്റെ ജ്ഞാനപാഠം കാണിച്ച് വരട്ടല്ലേ. അല്ല ഞാൻ യെസ് ജിതിൻ സ്പീക്കിംഗ്. എന്ത് ജാനുവും മാണിയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സൗകര്യത്തിന് റെക്കോർഡിങ്ങിന് വരാൻ പറ്റുമെങ്കിൽ അവർ പാടിയാ മതി. എന്ത് കൃഷ്ണദാസന്റെ കമ്പനിക്ക് കാസറ്റ് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല, എന്റെ പാട്ട് കിട്ടില്ല. സൗകര്യം ഉണ്ടോ പാടിയാൽ മതി എന്നോട് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഞാൻ പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് ഞാൻ പാട്ട് ഹിറ്റാക്കും. എനിക്കറിയാം പാട്ട് ഹിറ്റാക്കാൻ. ഓക്കെ ഞാൻ വന്നേക്കാം. ഓക്കെ ഇന്ന് ഞാൻ അല്പം ബിസിയാണ്, നാളെ വരും. കുട്ടിയുടെ പാട്ട് എനിക്കൊന്ന് വിശദീകരിച്ച് കേൾക്കണം. അല്ല ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കാനുള്ള പരിപാടിയാണോ? ഇല്ലടേ, നാളെ ശരിയാക്കാം. ധൈര്യമായിട്ട് പോകാമല്ലോ. ധൈര്യമായിട്ട് പോകും. ഏതാ കേസ്? ചുമ്മാരി. ശരീരം മോശമല്ല, ശാരീരം അല്പം മോശമാണെങ്കിലും ഞാൻ പരിഗണിക്കാം. ഞാൻ ശ്രമിക്കണം. ഇപ്പൊ പറഞ്ഞിരിക്കും, മേലാൽ ആവർത്തിക്കരുത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. നീ ഒരുമാതിരി ബെല്ലും ബ്രേക്കും ഇല്ലാന്ന് പെരുമാറിക്കളെ. ഇതൊക്കെ നേരത്തെ എഴുന്നള്ളിക്കണ്ടേ? എന്നാ ഇനി പേടിക്കണ്ട. നാളെ പെങ്ങളെയും കൂടെ അയച്ചോണ്ടാ മതി. അവളെ പാട്ടുകാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഹലോ, യെസ്. ശാലിനി നമ്മുടെ വീട് തന്നെ. പ്രൈവറ്റ് സെക്രട്ടറി ടി കെ കുമാരൻ സ്പീക്കിംഗ്. എന്തോന്ന് ഷീറ്റോ? റബ്ബർ ഷീറ്റോ? ബെർഷീറ്റോ? കാൽ ഷീറ്റോ? എടോ എന്നാ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? ഒരു രക്ഷയില്ല ശാലി. 3 മാസത്തേക്ക് ഫുൾ ബുക്കിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നൊരു കാര്യം, അതും പറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വരരുത്. സോറി, മാക്സിമം സോറി. എന്തോന്ന്? ഞാൻ ആരാന്നോ? നിന്റെ തന്ത രാജാവേ. ഞാൻ ആരാ? ഹലോ, റെക്കോർഡിംഗ് തിയേറ്ററാണോ? ദാസപ്പിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ എന്ന് പറഞ്ഞാൽ ഒക്കും ആശാനെ. എന്തോന്ന്? ഒരു ദിവസം 10-15 റെക്കോർഡിങ്ങുള്ളല്ലേ? നമുക്ക് എല്ലാവർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ? ഒരു സാലറിയല്ലേ ഉള്ളൂ. ഇതാ ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. പിന്നെ റെക്കോർഡിംഗ് തിയേറ്ററിൽ 4-5 പ്രാവശ്യം ഫോൺ വരുന്നത്. അവർ തീക്കനൽ ചവിട്ടി പോവാ. അല്ല എന്റെ ഇന്ത്യൻ എക്സ്പ്രസ് അവിടെ. ഇനി ഇത് വായിക്കാം. എല്ലാവരും ഒന്ന് വഴിമാറും കണ്ടു കാണാൻ പാടില്ല. നിങ്ങൾക്ക് മാറൂ. നിങ്ങൾ കാറിൽ പോയി കയറി ഇരുന്നോളൂ. ഞാൻ അവരോട് സംസാരിക്കട്ടെ. പിന്നെ ഇന്ന് സംസാരിക്കാൻ തീരെ സമയമില്ല. 3-4 റെക്കോർഡിംഗ് ഉള്ളതാണ്. സോറി, മാക്സിമം സോറി കേട്ടോ. ഞാൻ വരട്ടെ. രാജാ, ഞാനിവിടെ കയറാം. അവിടെയുണ്ട്. ഞാനിവിടെ കയറാം. തുറക്ക്.
രാജാവേ, അപ്പം ചുരുക്കി പറഞ്ഞ ശാലിനി കുഞ്ഞിന് കണ്ണു കാണാനുള്ള കാരണം ആ പൊട്ടൻ കുട്ടനാണല്ലേ? ഒന്ന് പതുക്കെ പറയടാ. ജയിലിൽ വെച്ച് അവൾ അവനെ അറിഞ്ഞില്ല. പക്ഷെ പുറത്തിറങ്ങിയാൽ രണ്ടുപേരും തമ്മിൽ കാണാനും അവൾ അവനെ തിരിച്ചറിയാനും സാധ്യതയുണ്ട്. അയ്യോ, അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാ നമ്മള് ഗ്ലാമർ കൊണ്ട് തെറിച്ചു പോകും എന്റെ പൊന്നാണോ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ശരി, അവൾ അവനെ കാണരുത്. എപ്പോഴും അവളുടെ ചുറ്റും ഒരു കണ്ണുണ്ടായിരിക്കണം. എന്നെങ്കിലും അവർ തമ്മിൽ കാണാനിട വന്നാൽ നിന്റെ കുടൽ വലിച്ച് ഞാൻ പുറത്തിടും. രാജാവേ, പൊട്ടത്തി വലിക്ക് പുറത്തിട്. വരൂ. ശാലിനിയുടെ വിലയേറിയ നിമിഷങ്ങളിൽ ഒരല്പനേരം എനിക്ക് വേണ്ടി ചോദിച്ചതിൽ വിരോധമുണ്ടാവില്ലെന്ന് കരുതുന്നു. രാമേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത്രയും നേരം വല്ലോ മൂളിയ അതിനും കാശല്ലേ? ഞങ്ങൾ ഡോക്ടർമാര് കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെട്ടി കീറി മുറിച്ച് വെച്ച് കെട്ടിയിട്ട് അതിന് 10 കാശ് ചോദിച്ചാ വലിയ പാവമായി പോകും. ആ, സാമൂഹ്യ സേവനമല്ലേ? അല്ല, ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവനവന്റെ തലയെ വരച്ചതല്ലേ അവനവന് കിട്ടൂ. നമുക്ക് ജനിച്ചപ്പോ തൊട്ട് കഷ്ടകാലമാണ്. ഇല്ലെങ്കിൽ ലോകത്ത് എത്രയോ നല്ല പേര് കിടക്കുന്നു. എന്നിട്ടും നമ്മുടെ ഫാദേഴ്സിന് നമുക്കിടാൻ കിട്ടിയ പേര് രാമകൃഷ്ണപിള്ള. പേര് കേൾക്കുമ്പോൾ പലരും ചോദിക്കുക, കമ്പൗണ്ടർ ആണോ? അല്ല, ഞാൻ ബോറടിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല. ഒരല്പം ബോറടിപ്പിക്കുന്ന ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. സഹിക്കാതെ നിവർത്തിയില്ല. എന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു നിമിഷം ഒരു മനോഹരമായ അന്തരീക്ഷത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ വരാൻ പറഞ്ഞത്. 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്ന്. ശാലിനിക്ക് ഞാനൊരു വഴക്കും കൊള്ളാത്തവനാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? എന്താ രാമേട്ട ഇത്? ഉണ്ടോ? ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാം. ഞാനൊരു ആഭാസനാണെന്ന് തോന്നിയിട്ടുണ്ട്? ഒറ്റ വാക്യം. ഇല്ല. ഒരു ശ്രീലംബടനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു ക്രൂരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അവശ്യം സ്നേഹിക്കാൻ കഴിവുള്ളവനാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ സങ്കല്പത്തിന് പറ്റിയ ഭർത്താവാകാൻ യോഗ്യതയുള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഷുവർ? ഉം. എന്നാൽ ഇനി അധികം വളച്ചു കിട്ടുന്നില്ല. എന്താ, സമ്മതമാണോ? എന്തിന്? ഒരു താലി അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ, കെട്ടിക്കോട്ടെ? സമ്മതിക്കാൻ നാണമാണെങ്കിൽ ഒന്ന് മൂടിയാ മതി. രാമേട്ടൻ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ശ്രീയേട്ടൻ വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ഞാൻ. ശാലിനി, എനിക്ക് കാഴ്ച കിട്ടുന്നതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കാഴ്ച കിട്ടിയാൽ ഉടനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാം കണ്ടു, എല്ലാവരെയും കണ്ടു. പക്ഷേ എന്റെ ശ്രീയേട്ടനെ മാത്രം കണ്ടില്ല. ശാലിനി ഇതുവരെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. ഇനിയിപ്പോ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് പേരും പണവും ഒന്നും വേണ്ട രാമേട്ട. ശ്രീയേട്ടനെ ഒന്ന് കണ്ടാ മാത്രം മതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ എപ്പോഴും പറയാറുണ്ട്, രാഘവനെ നോക്കിയിട്ട് പോകാൻ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. ഇന്നുവരെ ഞാനത് നോക്കിയിട്ടുമില്ല. ഇന്നാണ് ആദ്യമായി രാഘവനെ നോക്കി പുറത്തിറങ്ങി. ഈ രാഘവാലത്തിലൊന്നും വലിയ കാര്യമില്ല, അല്ലേ ശാലിനി? രാമകൃഷ്ണപിള്ളയ്ക്ക് വിധിച്ചതേ രാമകൃഷ്ണപിള്ളയ്ക്ക് കിട്ടും.